ചോറ്റാനിക്കര ഭഗവതി അമ്മയേ ശരണം. കൽപ്പാന്തത്തിലുമീ ഖിതിക്ക് നിറവായി വാഴുന്ന നിൻ വൈഭവം കൽപ്പിച്ചില്ല മനസ്സിലിന്നുവരെയും ഭോഗങ്ങളിൽ മുങ്ങി ഞാൻ. കെൽപ്പില്ലാതെ മലർന്നു വീണു നിതരാം ദൈന്യത്തിലോർമ്മിപ്പുഹ. നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരമേ. ജയം ദേവി ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം 13-ാമത്തെ അധ്യായം അവലോകനം ചെയ്തു കൊണ്ടുവരുന്നു. ഉദരരോഗത്താൽ മഹോദരം അഥവാ ജലോധരം എന്ന വരുണശാപത്താൽ നേടിയ രോഗത്തിൽ തപ്തനായ ഹരിചന്ദ്രൻ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഉപാധി വസിഷ്ഠനോട് ചോദിക്കുന്നതും വസിഷ്ഠൻ അതിനുള്ള ഉപാധി പറഞ്ഞുകൊടുക്കുന്നതുമായ ഭാഗങ്ങളെയാണ് നാം ഇന്നലെ അവലോകനം ചെയ്ത് നിർത്തിയത്. ഇങ്ങനെയുള്ള ഉപായങ്ങൾ പലതും ശാസ്ത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആ ഉപായങ്ങളെയെല്ലാം സ്വീകരിച്ചതായിട്ടും ഹരിശ്ചന്ദ്രനെ പോലെയുള്ള പല സത്യസന്ധന്മാരായിട്ടുള്ള രാജാക്കന്മാരെ അതിനെ പിന്തുടർന്നതായിട്ടുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. കുരുവംശം മുന്നോട്ടു പോകാൻ വഴിയില്ലാതെ വന്ന സമയത്ത് ചിത്രാംഗതനും വിചിത്രവീര്യനും മരണപ്പെട്ടപ്പോൾ അംബിക അംബാലികയിൽ പുത്രോൽപത്തി ചെയ്യാനായിട്ട് മഹാജ്ഞാനിയായിട്ടുള്ള ഭീഷ്മരുടെ വാക്കുകളെ കേട്ട് സത്യവതി വ്യാസനോട് അഭ്യർത്ഥിക്കുന്നതും സത്യവതിയുടെ തന്നെ പരാശരയിൽ ജനിച്ച പുത്രനായിട്ടുള്ള വേദവ്യാസൻ സ്വയം അവരിൽ ഗർഭാധാനം ചെയ്ത് അവരിൽ ആ കുരുവംശം നിലനിർത്തിക്കൊണ്ടുപോകാനായിക്കൊണ്ട് ധൃതരാഷ്ട്രരും പാണ്ഡുവും പിന്നെ ദാസിയിൽ വിതുരനും ജനിച്ചതായിട്ടുള്ള കഥയൊക്കെ പ്രസിദ്ധമാണല്ലോ, മഹാഭാരതത്തിലൂടെ നമ്മൾ കേട്ടതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചില ആപത്ത് സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളെ ആപദ്ധർമ്മമായിക്കൊണ്ട് ശ്രുതി സ്മൃതി പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അത് എന്തിനാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ, തത്വങ്ങൾ ഓരോ സ്ഥാനത്ത് അതിൻ്റെ ധർമാധർമ്മങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യാൻ പറ്റുമെന്നല്ലാതെ കണ്ട് ഒരു സ്ഥലത്ത് ധർമ്മമായിരിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് ധർമ്മമായിട്ടിരിക്കണമെന്നില്ല. ഇതിനൊക്കെ ആപദ്ധർമ്മങ്ങൾ എന്ന് പറയും. മറ്റൊരു ഉപായവും ഇല്ലാതെ കണ്ടുവരുന്ന സമയത്ത് ചെയ്യാവുന്ന ധർമ്മങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. മഹാത്മാക്കളും വ്യാസനെ പോലെയുള്ള ജ്ഞാനികളും ഒക്കെയാണ്, മഹർഷികളും ഋഷികളും ഒക്കെയാണ് ഈ ആപദ്ധർമ്മങ്ങൾ ശ്രുതി സ്മൃതി പുരാണങ്ങളിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് എന്നുള്ളത് കാരണം കൊണ്ട് അവയെല്ലാം അത്തരം സന്ദർഭങ്ങളിൽ ധർമ്മം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ പിന്നിലുള്ള ധർമാധർമ്മങ്ങളെ വിശകലനം ചെയ്ത് പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ധർമാധർമ്മങ്ങളല്ലാത്തത് അവർ പറയില്ല, ചെയ്യില്ല, പ്രവർത്തിക്കില്ല. അതുകൊണ്ട് നമുക്ക് കണ്ണടച്ചുകൊണ്ട് അതിനെ പിന്തുടരാമെന്നുള്ളതാണ്. മാത്രമല്ല അല്പജ്ഞാനികളായിട്ടുള്ള നമുക്കൊന്നും അത്തരത്തിലുള്ള ആപദ്ധർമ്മ കാര്യങ്ങൾ വേദശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിനെ അവലോകനം ചെയ്യുവാനോ അതിനെക്കുറിച്ച് ചിന്തന ചെയ്യുവാനോ ശരിയാണോ തെറ്റാണോ എന്ന് നിരൂപിക്കുവാനോ ഉള്ള ആ ജ്ഞാനമൊന്നും നമുക്കില്ല എന്നുള്ളത് കൊണ്ട് അവർ പറഞ്ഞ ആ വഴിയിൽ കൂടി നമുക്കും പോകാമെന്ന് മാത്രം.
അത്തരത്തിലുള്ള ഒരു അബദ്ധർമ്മമായിട്ട് ഇതിനെ കണക്കാക്കണം. ഒരു ബ്രാഹ്മണൻ്റെ പുത്രനെ ശുൽക്കം കൊടുത്തു മേടിച്ച് ഈ ആപത്ഘട്ടത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത്. മാത്രമല്ല, വസിഷ്ഠാദി മഹാത്മാക്കളുടെയൊക്കെ ഉപദേശങ്ങളും മറ്റുള്ളതുമെല്ലാം അതെല്ലാം ദൈവസങ്കല്പിതമായിട്ടുള്ളതാണ്, ദേവീ സങ്കല്പിതമായിട്ടുള്ളതാണ്. അതെല്ലാം തന്നെ അതിൻ്റെ പര്യവസാനം ധർമ്മമായിക്കൊണ്ടും എല്ലാവർക്കും സുഖവും സന്തോഷവും നൽകുന്നതായിക്കൊണ്ടുമൊക്കെ ആയിരിക്കും പരിസമാപിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും തൽക്കാലം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ദേവി ഭാഗവതത്തിലെ തുടർന്നുള്ള കഥകളിലേക്ക് പോകാം. ഇങ്ങനെ വസിഷ്ഠൻ ഹരിശ്ചന്ദ്രനെ ഉപദേശിച്ചു. വ്യാസൻ തുടർന്നുകൊണ്ട് പറയുന്നു, ഇതിത്തസ്യ വജശ്രുത്വാ രാജാ പ്രോവാച മന്ത്രിണം അന്വേഷയ മഹാബുദ്ധേ വിഷയേഷ്വിതയത്നതാ. ഇപ്രകാരം കുലഗുരുവായിട്ടുള്ള വസിഷ്ഠൻ ഉപദേശിച്ചത് കേട്ട ഹരിശ്ചന്ദ്രൻ മന്ത്രിയെ വിളിച്ചു. അത്യധികം ക്ലേശിച്ചാലും ഈ കാര്യം അന്വേഷിക്കണം. ചിലപ്പോൾ അത്യന്തം ലോഭിയായിട്ടുള്ള ഒരു പിതാവ് സ്വന്തം പുത്രനെ വിറ്റു എന്ന് വരാം. അയാൾ ആവശ്യപ്പെടുന്നിടത്തോളം ധനം കൊടുത്തിട്ട് പുത്രനെ വാങ്ങിക്കൊണ്ടുവരണം. യജ്ഞത്തിന് വേണ്ടി ഒരു വിപ്രകുമാരനെ എങ്ങനെയും കൂട്ടിക്കൊണ്ടുവന്നേ മതിയാവൂ. എൻ്റെ ഈ രോഗവിമുക്തിക്ക് വേണ്ടിയിട്ട്, എൻ്റെ വാക്കുകളെ സത്യമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഒട്ടും ലുബ്ധത കാണിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ബ്രാഹ്മണനോട് അപേക്ഷിക്കുക, ദ്രവ്യം വാങ്ങിക്കൊണ്ട് യജ്ഞത്തിന് വേണ്ടി പുത്രനെ തന്നാലുമെന്ന് അവനെ യജ്ഞപശുവാക്കിക്കൊണ്ട് യജ്ഞത്തിനെ നമുക്ക് നടത്താം എന്നെല്ലാം തൻ്റെ മഹാമന്ത്രിയെ വിളിച്ച് ഹരിശ്ചന്ദ്രൻ പറഞ്ഞു. മന്ത്രി ഈ കാര്യം നിറവേറ്റാൻ വേണ്ടി പട്ടണത്തിലെ ഗ്രാമം തോറും വീടുതോറും അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അജീകർത്തൻ എന്ന് പേരുള്ളവനും നിർധനനായിട്ടുള്ള ഒരു ബ്രാഹ്മണനെ മുട്ടിയത്. 3 പുത്രന്മാരുള്ളവനാണ് അവൻ. അഷ്ടിക്ക് വകയില്ലാതെ കണ്ട ദരിദ്രാവസ്ഥയിൽ ദുഃഖിതനായി കഴിയുന്നതായിരുന്നു ഈ അജീകർത്തൻ എന്നു പേരുള്ള ഈ ബ്രാഹ്മണൻ. മന്ത്രി ആ ബ്രാഹ്മണന്റെ 3 മക്കളിൽ മധ്യമപുത്രനായിട്ടുള്ള ശുനശേഭനെ ആവശ്യപ്പെട്ട് ധനം അപ്പോൾ തന്നെ നൽകി വാങ്ങിക്കൊണ്ടുവന്നു എന്ന് പറയാണ്. ധനം കൊടുത്ത് മധ്യമപുത്രനായിട്ടുള്ള ശുനശേഭനെയാണ് മേടിച്ചു കൊണ്ടുവന്നത് എന്ന് പറയുന്നു. എന്തിനാ മധ്യമപുത്രനെ കൊണ്ടുവന്നത് എന്നുള്ളതിനൊക്കെ അതിനും ശാസ്ത്രങ്ങളൊക്കെ മഹാത്മാക്കൾ പറയുന്നുണ്ട്. കാരണം മൂത്തപുത്രനാണ് കർമ്മം ചെയ്യാനുള്ള അവകാശമുള്ളത്. മൂത്തപുത്രനാണ് മാതാപിതാക്കൾക്ക് കർമ്മം ചെയ്യേണ്ടത്. അപ്പോൾ മൂത്തപുത്രനെ കൊടുക്കാൻ പാടില്ല. 3ാമത്തെ പുത്രൻ, അവസാനത്തെ പുത്രൻ, ആ പുത്രനോട് മാതാപിതാക്കൾക്ക് കൂടുതൽ സ്നേഹമുണ്ടാവും, ലാളന കൂടും എന്നൊക്കെ പറയാറുണ്ട്. ഏറ്റവും അവസാനത്തെ കുട്ടിയോട്, ഇപ്പോൾ 7 8 കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന കാലമാണല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവസാനത്തെ കുട്ടിയോടെ കുറച്ച് അധികം പ്രേമം സ്നേഹം കൂടുത്രേ മാതാപിതാക്കൾക്ക്. അറിയില്ല, എന്തായാലും ഇക്കാലത്ത് ഇപ്പം അതിനൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. 1 എന്നുള്ളതായി 2 കുട്ടികളെ എന്നുള്ളത് തന്നെ വളരെ ദുർലഭമായിട്ട് ഇപ്പോൾ 1 കുട്ടി എന്നുള്ള നിലയ്ക്ക് എത്തിക്കഴിഞ്ഞിരിക്കണം. അപ്പം പിന്നെ നമ്മളെ കുറേ കുട്ടികളും അതിലാരോട് കൂടുതൽ സ്നേഹം, ആരോട് കുറവ് സ്നേഹം എന്നൊന്നും ഇന്നിപ്പോൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. അവസാനത്തെ ഉണ്ണിയോട് കുറച്ച് സ്നേഹം കൂടും എന്നൊക്കെ പറയണു. അപ്പോൾ ആ ഉണ്ണിയെ ചോദിച്ചാൽ കൊടുക്കില്ല, അല്ലെങ്കിൽ കൊടുത്താൽ തന്നെ ആ മനസ്സോടുകൂടി ആയിരിക്കില്ല എന്നൊക്കെ, അവരുടെ ആ സ്നേഹബന്ധം വിടില്ല എന്നൊക്കെ. അതുകൊണ്ട് മധ്യമപുത്രനെ വില കൊടുത്ത് മേടിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല, പക്ഷേ അങ്ങനെയൊക്കെ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട് എന്ന് മാത്രം. ഏതായാലും അജീകർത്തൻ്റെ മധ്യമപുത്രനായിട്ടുള്ള ശുനശേഭനെ
മന്ത്രി ധനം കൊടുത്ത് മേടിച്ചു കൊണ്ടുവന്നു എന്ന് പറയാണ്. ബാക്കി ഭാഗങ്ങളെ നാളെ തുടർന്ന് കൊണ്ടുപോകാമെന്ന് സമയം കഴിഞ്ഞിരിക്കും.